ടിപ്സ് ആൻഡ് ട്രിക്സിലേക്ക് ഏവർക്കും സ്വാഗതം. വരുന്ന LDC 2024, LGS 2024 എക്സാംസിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ടുള്ള സിലബസ് പ്രകാരമുള്ള ഫ്രീ ക്ലാസ്സുകൾ നമ്മുടെ ചാനലിലൂടെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഒരു ദിവസം 6 ക്ലാസ്സുകൾ വെച്ചാണ് നമ്മൾ നൽകുന്നത്. അപ്പോൾ അത് ഏതൊക്കെ സമയത്താണെന്ന് ഞാനൊന്ന് പറയാം. കാലത്ത് 6 മണിക്കൊരു ക്ലാസ്, 9 മണിക്കൊരു ക്ലാസ്, 12 മണിക്കൊരു ക്ലാസ്, ദെൻ 3 മണിക്ക്, രാത്രി 8 മണിക്ക്, 10:30 ഇങ്ങനെയാണ് നമ്മുടെ ക്ലാസ് വരുന്നത്. അപ്പോൾ അതിൽ കാലത്ത് 6 മണി, 9 മണി, 12 മണി ഈ പറയുന്ന 3 ക്ലാസ്സുകളും നമ്മൾ SCRT NCRT ബേസ് ചെയ്തിട്ടുള്ളതും ടോപ്പിക് വൈസ് ആയിട്ടുള്ള ക്ലാസ് ആണ്. 3 മണിക്ക് ഇംഗ്ലീഷ്, മാത്സ്, മലയാളം. അത് ഒരാഴ്ച നമ്മൾ 3ഉം കൂടെ കവർ ആകുന്ന രീതിയിലാണ്. 2 ദിവസം ഇംഗ്ലീഷ്, 2 ദിവസം മാത്സ്, 2 ദിവസം മലയാളം, അങ്ങനെയാണ് പോകുന്നത്. രാത്രി 8 മണിക്കും രാത്രി 10:30 നമുക്ക് ലൈവ് സെഷൻ ആണ്. അതിൽ 8 മണിക്ക് നമ്മൾ ചെയ്യുന്നത് കാലത്ത് 6 മണിക്കും 9 മണിക്കും 12 മണിക്കും എന്തൊക്കെ കാര്യങ്ങളാണോ നമ്മൾ പഠിച്ചത് ആ ഭാഗത്തു നിന്നും PSC 2021 മുതൽ 24 വരെ വർഷങ്ങളിൽ ചോദിച്ചിട്ടുള്ള മുൻവർഷ ചോദ്യങ്ങൾ മോക്ക് ടെസ്റ്റിന്റെ രൂപത്തിൽ ചെയ്യുന്നു. രാത്രി 10:30 നമ്മൾ എക്സ്പെക്റ്റഡ് കറണ്ട് അഫയേഴ്സ് ആണ്. ചെറിയ കോഡ്സും കണക്ഷൻസ് ഒക്കെ യൂസ് ചെയ്തിട്ട് അതിന്റെ കൂട്ടത്തിൽ തന്നെ കലാകായികം, സാഹിത്യം, സംസ്കാരം എന്ന് പറയുന്ന ഭാഗവും കൂടെ നമ്മൾ പഠിച്ചു പോകുന്നുണ്ട്. അതും കോഡ്സും കണക്ഷൻസ് ഒക്കെ വെച്ചിട്ടാണ്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ഇത്രയും ക്ലാസ്സുകൾ 6 ക്ലാസ്സുകളാണ് നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നത്. അപ്പോൾ മാക്സിമം എല്ലാ ക്ലാസ്സുകളും കണ്ട് പ്രയോജനപ്പെടുത്തുക. പിന്നെ ക്ലാസ് കാണുമ്പോൾ എപ്പോഴും പറയുന്നത് പോലെ നോട്ട്സ് തയ്യാറാക്കിയിട്ട് വേണം പഠിക്കാനായിട്ട്. പുതുതായിട്ട് ഒരുപാട് പേര് നമ്മുടെ ചാനലിലോട്ട് വന്നിട്ടുണ്ട്. അങ്ങനെയുള്ളവരുണ്ടെങ്കിൽ നിങ്ങൾ തുടക്കം മുതൽ ഫോളോ ചെയ്ത് വരാം. അതിന് വേണ്ടിയിട്ട് നമ്മുടെ ടെലഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യുക. കാരണം നമ്മൾ ഓരോ ദിവസവും ഇപ്പോൾ നാളെ പഠിക്കേണ്ട ടോപ്പിക്സ് എന്തൊക്കെയാണെന്നുള്ളത് ഇന്ന് രാത്രിയാണ് നമ്മൾ ടെലഗ്രാമിൽ ഡേറ്റ് ഒക്കെ ഇട്ട് 6 മണിക്ക്, 9 മണിക്ക്, 12 മണിക്ക് എന്തൊക്കെ കാര്യങ്ങളാണ് ക്ലാസ് വരുന്നത് എന്നുള്ള ഡീറ്റെയിൽസ്, നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഇൻസ്ട്രക്ഷൻസ്, നോട്ട്സ്, PDF ഇതെല്ലാം നമ്മൾ ടെലഗ്രാം വഴിയാണ് കൊടുക്കുന്നത്. സോ ടെലഗ്രാമിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമൻറ്റ് ബോക്സിൽ ഫസ്റ്റ് കമൻ്റ് ആയിട്ടും കൊടുത്തേക്കാം. അപ്പോൾ എല്ലാവരും ഒന്ന് ജോയിൻ ചെയ്യുക കേട്ടോ. പിന്നെ നമ്മുടെ ക്ലാസ്സുകളൊക്കെ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനായിട്ട് ആരും മറക്കരുത്. മാക്സിമം ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ താഴെ കമൻ്റ് ആയിട്ട് അറിയിക്കാവുന്നതാണ്. ഓക്കെ, പിന്നെ കുറച്ച് പേരായിട്ട് ഒരു പറയുന്നത് കേട്ടു. അതായത് ഈ ഫ്രണ്ടിലെ പോർഷൻ, അതായത് നമ്മൾ ഇൻട്രോ പറയുന്ന ഭാഗം അതൊന്ന് കട്ട് ചെയ്ത് കളയാവോ, ഇൻട്രോ പറയണ്ട, ഡയറക്റ്റ് ക്ലാസ്സിലോട്ട് പോയാൽ മതി എന്നുള്ളത്. അപ്പോൾ നമ്മൾ സ്ഥിരമായിട്ട് ഫോളോ ചെയ്യുന്നവർക്ക് അറിയാം നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മുടെ ചാനലിലൂടെ ചെയ്യുന്നത്, ഏതൊക്കെ ക്ലാസ്സുകളാണ് നൽകുന്നത് എന്നുള്ളത് സ്ഥിരം ഫോളോ ചെയ്യുന്നവർക്ക്. പക്ഷേ നമ്മുടെ ചാനലിലേക്ക് ദിവസം തോറും ഒരുപാട് പുതിയ മെമ്പേഴ്സ് വരുന്നുണ്ട് അല്ലേ. അപ്പോൾ അവർക്ക് അറിയണ്ടേ നമ്മുടെ ചാനലിലൂടെ നമ്മൾ എന്താ ചെയ്യുന്നത്, ഏത് എക്സാമിന് വേണ്ടിയിട്ടുള്ള ക്ലാസ്സുകളാണ് നൽകുന്നത്, ഏതൊക്കെ സമയത്താണ് നൽകുന്നത്, എങ്ങനെയാണ് പ്രോപ്പറായിട്ട് നമ്മൾ ക്ലാസ് കൊണ്ടുപോകുന്നത്, ഇതെല്ലാം അവർക്ക് അറിയണ്ടേ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ സിസ്റ്റമാറ്റിക് ആയിട്ട് ക്ലാസ്സുകൾ കൊണ്ടുപോകുന്ന കാര്യം ആദ്യം ഒരു ഇൻട്രോ ആയിട്ട് പറയുന്നത്. പലർക്കും പല ഡൗട്ട് ഉണ്ടാവും അല്ലേ. അപ്പോൾ അതെല്ലാം അവർക്ക് കേൾക്കുമ്പോൾ അത് ക്ലിയർ ആവുമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇൻട്രോ പറയുന്നത്. അപ്പോൾ സ്ഥിരം കാണുന്നവരുണ്ടെങ്കിൽ ഇൻട്രോ ബോറടിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ സ്കിപ്പ് ചെയ്തോളൂ, കുഴപ്പമില്ല. പക്ഷെ നമുക്ക് ഒട്ടും പറയാതെ ഇപ്പം നിങ്ങൾ സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്ത് ടീച്ചർ ക്ലാസ്സിൽ വന്നതും എല്ലാവരും നോട്ട്ബുക്ക് എടുത്തോളൂ എന്നും പറഞ്ഞ് ക്ലാസ് തുടങ്ങുകയാണോ ചെയ്യുക? അല്ല, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എന്തൊക്കെയാണ് പഠിച്ചേ അല്ലേ, അതിങ്ങനെയാണെന്നൊക്കെ പറഞ്ഞ് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടില്ലേ നമ്മൾ ക്ലാസ് തുടങ്ങുക. അതേപോലെ തന്നെ എടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഇഷ്ടമില്ലാത്തവരുണ്ടെങ്കിൽ സ്കിപ്പ് ചെയ്തോളൂ, കുഴപ്പമില്ല. ഓക്കെ അല്ലേ? അപ്പോൾ എന്തായാലും നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലോട്ട് കടക്കാം. അപ്പോൾ ഇന്നത്തെ ക്ലാസ് എന്ന് പറയുന്നത് ഫിസിക്സിൽ ദ്രവ്യവും പിണ്ഡവും എന്ന് പറയുന്ന ഒരു ഭാഗം നമുക്ക് പഠിക്കാനുണ്ട് അല്ലേ. അപ്പോൾ ആ ഒരു ഭാഗത്ത് വരുന്ന മുഴുവൻ SCRT പാഠഭാഗങ്ങളും നമ്മൾ ഈ ഒരൊറ്റ വീഡിയോയിലൂടെ പഠിക്കാനായിട്ട് പോവുകയാണ്. ഓക്കെ, അപ്പോൾ വൃത്തിയായിട്ട് നോട്ട് തയ്യാറാക്കിയിട്ട് വേണം പഠിക്കാനായിട്ട്. അപ്പോൾ എന്തായാലും നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. ദ്രവ്യവും പിണ്ഡവും എന്ന് പറയുന്ന ആ ഒരു ഭാഗം വരുന്ന ചാപ്റ്ററാണ് 8ാം ക്ലാസ്സിലെ 4ാമത്തെ ചാപ്റ്ററാണ്. ചാപ്റ്ററിൻ്റെ പേര് പദാർത്ഥ സ്വഭാവം എന്നുള്ളതാണ് ചാപ്റ്ററിൻ്റെ പേര്. ഓക്കെ, അപ്പോൾ ഇതിൽ നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങളൊന്ന് മാത്രം നോക്കാം. ആദ്യം തന്നെ എന്താണ് ദ്രവ്യം എന്ന് പറയുന്നത്? ഇവിടെ ഒരു കോളമായിട്ട് കൊടുത്തിട്ടുണ്ട്. എന്താണ്? സ്ഥിതി ചെയ്യാൻ സ്ഥലം ആവശ്യമുള്ളതും മാസ് ഉള്ളതുമായ എന്തിനേയും പദാർത്ഥം അഥവാ ദ്രവ്യം എന്ന് വിളിക്കാം. ഓക്കെ, പദാർത്ഥ സ്വഭാവമാണ് നമ്മൾ ഈ ഒരു ചാപ്റ്ററിലൂടെ പഠിക്കുന്നത്. അപ്പോൾ എന്താണ് ഒരു പദാർത്ഥം അല്ലെങ്കിൽ ഒരു ദ്രവ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ഥിതി ചെയ്യാൻ സ്ഥലം ആവശ്യമുള്ളതും മാസ് ഉള്ളതുമായിട്ടുള്ള എന്തിനേയും നമുക്ക് എന്തെന്ന് വിളിക്കാം? ദ്രവ്യം അല്ലെങ്കിൽ പദാർത്ഥം എന്ന് വിളിക്കാം. അപ്പോൾ സാധാരണ നമ്മൾ കാണപ്പെടുന്ന പദാർത്ഥങ്ങൾ ഏതൊക്കെ അവസ്ഥയിലാണ്? ഖരാവസ്ഥയിലുള്ള പദാർത്ഥങ്ങളുണ്ട്, ദ്രാവകാവസ്ഥയിലുണ്ട്, വാതകാവസ്ഥയിലുണ്ട് അല്ലേ. ആ 3 എണ്ണം നമ്മൾ കുഞ്ഞു ക്ലാസ്സിലെ മുതൽ പഠിക്കുന്നതാണ്. ഇനി അടുത്തതായിട്ട് ഒരു കോളം കൊടുത്തിരിക്കുന്നത് നോക്കുക. ഖരം, ദ്രാവകം, വാതകം എന്നീ അവസ്ഥകൾ കൂടാതെ മറ്റു ചില അവസ്ഥകളിലും പദാർത്ഥങ്ങൾ കാണപ്പെടുന്നുണ്ട്. പദാർത്ഥത്തിൻ്റെ 4ാമത്തെ അവസ്ഥയാണ് പ്ലാസ്മ. പരീക്ഷയ്ക്ക് സ്ഥിരമായിട്ട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. പദാർത്ഥത്തിൻ്റെ 4ാമത്തെ അവസ്ഥ ഏതാണ്? പ്ലാസ്മയാണ്.
സൂര്യൻ്റെയും മറ്റു നക്ഷത്രങ്ങളുടെയും കേന്ദ്രഭാഗത്ത് പദാർത്ഥം പ്ലാസ്മ അവസ്ഥയിലാണ് കാണപ്പെടുന്നത്. സൂര്യൻ്റെയും മറ്റു നക്ഷത്രങ്ങളുടെയും കേന്ദ്രഭാഗത്ത് പദാർത്ഥം കാണപ്പെടുന്ന അവസ്ഥ ഏതാണ്? പ്ലാസ്മ അവസ്ഥയാണ്. ഉന്നതമായ താപനിലയിൽ കണികകൾ അയോണീകരിക്കപ്പെട്ട അവസ്ഥയിൽ നിലനിൽക്കുന്ന പദാർത്ഥത്തിൻ്റെ അവസ്ഥയാണ് പ്ലാസ്മ. ഓക്കെ, ഉന്നതമായിട്ടുള്ള ഹൈ ടെമ്പറേച്ചറിൽ കണികകൾ അയോണീകരിക്കപ്പെട്ട അവസ്ഥയിൽ നിലനിൽക്കുന്ന പദാർത്ഥത്തിൻ്റെ അവസ്ഥ എന്താണ്? അതും പ്ലാസ്മ അവസ്ഥയാണ്. ഇനി പദാർത്ഥത്തിൻ്റെ അഞ്ചാമത്തെ അവസ്ഥയെ ബോസ്-ഐൻസ്റ്റീൻ കണ്ടൻസേറ്റ് എന്നും. അപ്പോൾ അഞ്ചാമത്തെ അവസ്ഥ, പദാർത്ഥത്തിൻ്റെ അഞ്ചാമത്തെ അവസ്ഥ ഇമ്പോർട്ടൻ്റ് ആണ്. അഞ്ചാമത്തെ അവസ്ഥ ഏതാണ്? ബോസ്-ഐൻസ്റ്റീൻ കണ്ടൻസേറ്റ് എന്നും ആറാമത്തെ അവസ്ഥയെ ഫെർമിയോണിക് കണ്ടൻസേറ്റ് എന്നും വിളിക്കുന്നു. അപ്പോൾ ഈ 5ഉം 6ഉം പഠിച്ചിരിക്കണം. പദാർത്ഥത്തിൻ്റെ നാലാമത്തെ അവസ്ഥ ഏതാണ്? പ്ലാസ്മയാണ്. 5 ബോസ്-ഐൻസ്റ്റീൻ കണ്ടൻസേറ്റ്, ആറാമത്തെ അവസ്ഥയാണ് ഫെർമിയോണിക് കണ്ടൻസേറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, പദാർത്ഥത്തിൻ്റെ മറ്റൊരു അവസ്ഥയാണ് സൂപ്പർ ഫ്ലൂയിഡ് അവസ്ഥ. ഈ അവസ്ഥകളെല്ലാം ലബോറട്ടറിയിൽ പ്രത്യേക സാഹചര്യങ്ങളിൽ മാത്രം സൃഷ്ടിക്കാൻ കഴിയുന്നവയാണ്. അപ്പോൾ സൂപ്പർ ഫ്ലൂയിഡ് എന്ന് പറയുന്നത് മറ്റൊരു അവസ്ഥയാണ് എന്നുള്ളത് ഓർത്തിരിക്കുക. അപ്പോൾ പദാർത്ഥത്തിൻ്റെ 6 അവസ്ഥകളാണ് ഇവിടെ പറഞ്ഞത്. ഇനി ഇവിടെ പറയാത്ത അഡീഷണൽ ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ റാങ്ക് ഫയൽ നോക്കി പഠിക്കണം കേട്ടോ. അപ്പോൾ ഇവിടെ ഖരം, ദ്രാവകം, വാതകം എന്നീ 3 അവസ്ഥകൾ. ദെൻ നാലാമത്തെ അവസ്ഥ പ്ലാസ്മ എന്ന് പറഞ്ഞു. ഈ പ്ലാസ്മ അവസ്ഥ എവിടേക്കാണ് കാണപ്പെടുന്നത്? സൂര്യൻ്റെയും മറ്റ് നക്ഷത്രങ്ങളുടെയും കേന്ദ്രഭാഗത്ത് പദാർത്ഥം എങ്ങനെ കാണപ്പെടുന്നു? പ്ലാസ്മ അവസ്ഥയിൽ കാണപ്പെടുന്നു. ഉന്നതമായ താപനിലയിൽ കണികകൾ അയോണീകരിക്കപ്പെട്ട അവസ്ഥയിൽ നിലനിൽക്കുന്ന പദാർത്ഥത്തിന്റെ അവസ്ഥ എന്താണ്? പ്ലാസ്മയാണ്. ദെൻ പദാർത്ഥത്തിന്റെ അഞ്ചാമത്തെ അവസ്ഥയാണ് ബോസ്-ഐൻസ്റ്റീൻ കണ്ടൻസേറ്റ്. ആറാമത്തെ അവസ്ഥയാണ് ഫെർമിയോണിക് കണ്ടൻസേറ്റ് എന്ന് പറയുന്നത്. മറ്റൊരവസ്ഥയാണ് സൂപ്പർ ഫ്ലൂയിഡ് അവസ്ഥ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ കിട്ടിയല്ലോ. ഇനി ഇവിടെ നോക്കുക, ഓരോ പദാർത്ഥവും നഗ്നനേത്രങ്ങൾ കൊണ്ട് കാണാൻ കഴിയാത്തത്ര ചെറിയ കണികകളാൽ നിർമ്മിതമാണ്. ഇത്തരം കണികകൾ ഒരു പദാർത്ഥത്തിൻ്റെ എല്ലാ സ്വഭാവവും ഉൾക്കൊള്ളുന്നവയാണ്. അതായത് എന്താണ് പറയുന്നത്? ഓരോ പദാർത്ഥവും നഗ്നനേത്രങ്ങൾ കൊണ്ട് കാണാൻ കഴിയാത്ത അത്ര ചെറിയ കണികകളാൽ നിർമ്മിതമാണ്. ഇത്തരം കണികകൾ ഒരു പദാർത്ഥത്തിൻ്റെ എല്ലാ സ്വഭാവവും ഉൾക്കൊള്ളുന്നവയാണ്. അപ്പോൾ അതിനൊരു എക്സാമ്പിൾ ഇത് ഇവിടെ തന്നിട്ടുണ്ട്. നമുക്ക് എന്താണ്? അല്പം പഞ്ചസാര എടുത്ത് ജലത്തിൽ ലയിപ്പിക്കുക. പഞ്ചസാര തരികൾ നമുക്ക് കാണാൻ കഴിയുമോ? ഇല്ല, അത് ജലത്തിൽ ലയിച്ചു പോകും. പക്ഷെ എന്താണ്? പഞ്ചസാര ലായനിക്ക് പഞ്ചസാരയുടെ ആ ടേസ്റ്റിൽ അതിൻ്റെ സ്വഭാവം എല്ലാം തന്നെ ഉണ്ടാവും. അപ്പോൾ ഈ കണികകൾ എന്ന് പറയുന്നത് നമുക്ക് നഗ്നനേത്രങ്ങൾ കൊണ്ട് കാണാൻ കഴിയാത്തത്ര ചെറിയ കണികകളാണ്. ഓക്കെ, അപ്പോൾ ഇതിന് ഒരു പദാർത്ഥത്തിൻ്റെ എല്ലാ സ്വഭാവവും ഉൾക്കൊള്ളുന്നവയാണ് എന്നാണ് പറയുന്നത്. ഇനി ഇവിടെ നോക്കുക, വിവിധ അവസ്ഥകളിലൂടെ പദാർത്ഥങ്ങളുടെ കണികകളുമായി ബന്ധപ്പെട്ട ചില സവിശേഷതകളാണ് കൊടുത്തിട്ടുള്ളത്. കണികകൾ തമ്മിൽ എന്തുണ്ട്? അകലമുണ്ട്. അപ്പോൾ കണികകളുടെ സൂക്ഷ്മ കണികകളുടെ ക്യാരക്ടേഴ്സാണ് കൊടുത്തിട്ടുള്ളത്. കണികകൾ തമ്മിൽ അകലമുണ്ട്. കണികകൾ എന്ത് ചെയ്യുന്നു? നിരന്തരം ചലിക്കുന്നു. കണികകൾ പരസ്പരം ആകർഷിക്കുന്നു. ഓക്കെ, കണികകൾ തമ്മിൽ അകലമുണ്ട്. കണികകൾ നിരന്തരം ചലിക്കുന്നു. കണികകൾ പരസ്പരം ആകർഷിക്കുന്നു. ഇനി ഇവിടെ ഒരു പിക്ചർ കൊടുത്തിട്ടുണ്ട്. ഖരം, ദ്രാവകം, വാതകം എന്ന് പറഞ്ഞിട്ട് 3 അവസ്ഥയിലും കണികകളുടെ ക്രമീകരണം കൊടുത്തിട്ടുണ്ട് അല്ലേ? അപ്പോൾ ഇവിടെ ഒരേപോലെയാണോ കണികകളെ ക്രമീകരിച്ചിരിക്കുന്നത്? അല്ല. ഖരാവസ്ഥയിൽ നോക്കുക, അങ്ങനെ അടുക്കി 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 വെച്ചിരിക്കുന്നത് പോലെയാണ്. ദ്രാവകത്തിൽ കുറച്ചുകൂടെ അയവുണ്ട് അല്ലേ, കുറച്ച് ഗ്യാപ്പ് ഉണ്ട്. ദെൻ വാതകത്തിൽ നോക്കുമ്പോൾ കുറച്ചുകൂടെ എന്താണ്? വിസ്താരമായിട്ടാണ് അല്ലേ കണികകളെ കാണപ്പെടുന്നത്. അപ്പോൾ നോക്കുക, ഇവയിൽ ഏത് അവസ്ഥയിലാണ് കണികകൾ വളരെ അടുത്തായി സ്ഥിതി ചെയ്യുന്നത്? നമുക്ക് ചിത്രം നോക്കിയാൽ തന്നെ അറിയാം. ഏതവസ്ഥയിലാണ് കണികകൾ വളരെ അടുത്തായി സ്ഥിതി ചെയ്യുന്നത്? ഖരാവസ്ഥയിലാണ്. കണികകൾ തമ്മിലുള്ള അകലം ഏറ്റവും കൂടുതലുള്ളത് ഏതവസ്ഥയിലാണ്? വാതകാവസ്ഥയിലാണ് കണികകൾ തമ്മിലുള്ള അകലം ഏറ്റവും കൂടുതലായിട്ട് ഉള്ളത്. ഇത് നമുക്ക് അറിയുന്ന കാര്യം തന്നെയാണ്. ഇനി അടുത്തത് പഠിക്കേണ്ടത് അവസ്ഥാ പരിവർത്തനം അല്ലെങ്കിൽ ചേഞ്ച് ഓഫ് സ്റ്റേറ്റ് ആണ്. അപ്പോൾ നോക്കുക, ഈ ചേഞ്ച് ഓഫ് സ്റ്റേറ്റ് അല്ലെങ്കിൽ അവസ്ഥാ പരിവർത്തനത്തെ കാണിക്കുന്ന ഒരു ഫ്ലോ ചാർട്ടാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് നമുക്കൊന്ന് ഫില്ല് ചെയ്ത് നോക്കാം അല്ലേ. ഇവിടെ ഖരം എന്ന് കൊടുത്തിട്ടുണ്ട്. ഖരം ചൂടാക്കുന്ന സമയത്ത്, ഖരം ചൂടാക്കുമ്പോൾ എന്തായിട്ടാണ് മാറുക? ദ്രാവകമായിട്ട് മാറും അല്ലേ. ഖരം ചൂടാക്കുന്ന സമയത്ത് അത് ദ്രാവകമായിട്ട് മാറും. ഈ ദ്രാവകം എന്താണ്? എങ്ങനെയാണ് വാതകമാവുക? ദ്രാവകം നമ്മൾ ചൂടാക്കുന്ന സമയത്ത് തന്നെയാണ്
വാതകമായിട്ട് മാറുക അല്ലേ, ചൂടാക്കുന്ന സമയത്ത് വാതകമായിട്ട് മാറും. ഇനി അപ്പോൾ ഇവിടെ തിരിച്ചങ്ങോട്ട് നോക്കൂ, വാതകം തണുപ്പിക്കുന്ന സമയത്ത് ദ്രാവകമായി മാറും. ദ്രാവകം എന്ത് ചെയ്യുമ്പോഴാണ് ഖരമായിട്ട് മാറുക? തണുപ്പിക്കുമ്പോഴാണ് അല്ലേ, തണുപ്പിക്കുമ്പോൾ. ഓക്കെ, ദ്രാവകം തണുപ്പിക്കുമ്പോഴാണ് ഖരമായിട്ട് മാറുക. നമുക്ക് ആലോചിച്ചാൽ മതി, നമ്മൾ എന്താണ് ജലം എടുത്തിട്ട് ഫ്രിഡ്ജിലൊക്കെ വെച്ച് തണുപ്പിക്കുമ്പോഴാണ് അത് ഐസ് കട്ടയായിട്ട് ഖരമായിട്ട് മാറുന്നത് അല്ലേ. ആ ഖരത്തെ നമ്മൾ ചൂടാക്കുമ്പോൾ എന്താവും? അത് തിരിച്ച് ദ്രാവകമായിട്ട് മാറും. അപ്പോൾ ഇതാണ് എന്ത്? അവസ്ഥാ പരിവർത്തനം അല്ലെങ്കിൽ ചേഞ്ച് ഓഫ് സ്റ്റേറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ താപം ആഗിരണം ചെയ്യുന്ന സമയത്ത് കണികകളുടെ സവിശേഷതകൾ, അവയ്ക്ക് എന്തൊക്കെ മാറ്റമാണ് വരിക എന്നുള്ളത് ജസ്റ്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. താപം ആഗിരണം ചെയ്യുമ്പോൾ കണികകളുടെ ചുവടെ പറയുന്ന സവിശേഷതകൾക്ക് എന്ത് മാറ്റമാണ് ഉണ്ടാവുന്നത് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ താപം ആഗിരണം ചെയ്യുന്ന സമയത്ത് കണികകളുടെ ഊർജം എന്ത് ചെയ്യും? ഊർജം കൂടുകയാണ് ചെയ്യുക. ഓക്കെ, ഊർജം കൂടുന്നു. ദെൻ കണികകൾ തമ്മിലുള്ള അകലം എന്ത് ചെയ്യും? അകലം കുറയും അല്ലേ. ഊർജം കൂടുന്ന സമയത്ത് കണികകൾ തമ്മിലുള്ള അകലം കുറയുകയാണ് ചെയ്യുക. കണികകൾ തമ്മിലുള്ള ആകർഷണം എന്ത് ചെയ്യും? അതും കുറയും. കണികകളുടെ ചലനം എന്ത് ചെയ്യും? കൂടും. ഓക്കെ, അപ്പോൾ ഊർജം കൂടും, കണികകൾ തമ്മിലുള്ള അകലം കുറയും, കണികകൾ തമ്മിലുള്ള ആകർഷണം കുറയും, കണികകളുടെ ചലനം കൂടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതിവിടെ വളരെ വ്യക്തമായിട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്. താപം നൽകിയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഖരത്തെ ദ്രാവകമായിട്ടും ദ്രാവകത്തെ വാതകവുമായിട്ട് മാറ്റുന്നത്. എങ്കിൽ വാതകങ്ങളിലെ കണികകൾക്കായിരിക്കില്ലേ മറ്റവസ്ഥകളിലേതിനേക്കാൾ ഊർജം കൂടുതൽ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇപ്പോൾ ഇവിടെ കൊടുത്തിരിക്കുന്നത് നോക്കൂ, എന്തൊക്കെ സംഭവിക്കുന്നു. താപം ആഗിരണം ചെയ്യുന്ന സമയത്ത് എന്തൊക്കെയാണ് സംഭവിക്കുന്നത് എന്നുള്ളതാണ്. എന്തൊക്കെയാണ്? ഖരപദാർത്ഥങ്ങളിലെ കണികകൾ വളരെ അടുത്ത് സ്ഥിതി ചെയ്യുന്നു. അവയ്ക്ക് ചലന സ്വാതന്ത്ര്യം വളരെ കുറവാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ എന്താണ് പറയുന്നത്? ഖരപദാർത്ഥങ്ങളിലെ കണികകൾ എങ്ങനെയാണ്? നമ്മൾ പറഞ്ഞു, വളരെ അടുത്താണ് സ്ഥിതി ചെയ്യുന്നത്. അവയ്ക്ക് എന്താണ്? ചലന സ്വാതന്ത്ര്യം വളരെ കുറവാണ്. ഇനി ദ്രാവകാവസ്ഥയിലാവുമ്പോൾ എന്താണ്? കണികകൾ താരതമ്യേന അടുത്ത് സ്ഥിതി ചെയ്യുന്നു. ഖരാവസ്ഥയിലുള്ളതിനേക്കാൾ എന്താണ്? കൂടുതൽ സ്വാതന്ത്ര്യത്തിലൂടെയാണ് കണികകൾ ചലിക്കുന്നത്. ദ്രാവകാവസ്ഥയിലും കുറച്ച് അടുത്തടുത്തൊക്കെ തന്നെയാണ് സ്ഥിതി ചെയ്യുന്നത്. പക്ഷേ ഖരാവസ്ഥയിലുള്ളതുപോലെയല്ല, കുറച്ചുകൂടെ സ്വാതന്ത്ര്യത്തോടെയാണ് കണികകൾ ചലിക്കുന്നത്. ഇനി വാതകാവസ്ഥയിലാണെങ്കിൽ കണികകൾ വളരെ അകന്ന് സ്ഥിതി ചെയ്യുകയാണ് ചെയ്യുന്നത്. നമ്മൾ പിക്ചർ കണ്ടല്ലേ, കണികകളുടെ ചലന സ്വാതന്ത്ര്യം എന്താണ്? വളരെ കൂടുതലാണ്. അപ്പോൾ താപനിലയിലുള്ള വ്യത്യാസം അവസ്ഥാ പരിവർത്തനത്തിന് കാരണമാകുന്നു എന്നുള്ളതാണ്. ഓക്കെ, താപനിലയിലുള്ള വ്യത്യാസമാണ് എന്തിന് കാരണം? അവസ്ഥാ പരിവർത്തനത്തിന് അല്ലെങ്കിൽ ചേഞ്ച് ഓഫ് സ്റ്റേറ്റിന് കാരണം എന്നുള്ളത് അറിഞ്ഞിരിക്കുക. എല്ലാ അവസ്ഥയിലും താപം നൽകുമ്പോൾ കണികകളുടെ ഊർജവും ചലനവും കൂടുകയും കണികകൾ തമ്മിലുള്ള ആകർഷണം കുറയുകയും ചെയ്യുന്നു. നമ്മൾ പറഞ്ഞല്ലേ, താപം ആഗിരണം ചെയ്യുന്ന സമയത്ത് അവരുടെ എന്ത് കൂടും? ഊർജം കൂടും, ചലനം കൂടും. കണികകൾ തമ്മിലുള്ള ആകർഷണം എന്ത് ചെയ്യും? കുറയുകയാണ് ചെയ്യുക. അകലെ സ്ഥിതി ചെയ്യുമ്പോൾ ആകർഷണം കുറയുകയല്ലേ ചെയ്യുക. ഓക്കെ, ഇനി ചില ഖരപദാർത്ഥങ്ങൾ ചൂടാക്കിയാൽ ദ്രാവകമാകാതെ നേരിട്ട് വാതകമായിട്ട് മാറും. നമ്മൾ പറഞ്ഞു, ഖരപദാർത്ഥങ്ങൾ ചൂടാക്കുമ്പോൾ അത് എന്തായിട്ട് മാറുന്നു എന്ന് പറഞ്ഞു? അത് ദ്രാവകമായി മാറി. ദെൻ ദ്രാവകം ചൂടാക്കുമ്പോൾ അത് വാതകമായി മാറി എന്ന് പറഞ്ഞു. ഇനി ഈ ചില ഖരങ്ങൾ ചൂടാക്കുന്ന സമയത്ത് ദ്രാവകാവസ്ഥയിലോട്ട് പോകാതെ ഡയറക്റ്റ് ആയിട്ട് എന്തിലോട്ട് പോകും? വാതകാവസ്ഥയിലോട്ട് മാറും. ഇതിനെയാണ് ഉത്പതനം എന്ന് പറയുന്നത്, സബ്ലിമേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഉത്പതനം അഥവാ സബ്ലിമേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ചില ഖരപദാർത്ഥങ്ങൾ ചൂടാക്കുന്ന സമയത്ത് ദ്രാവകമാകാതെ നേരിട്ട് വാതകമായിട്ട് മാറുന്ന പ്രക്രിയയാണ് ഉത്പതനം അഥവാ സബ്ലിമേഷൻ എന്ന് പറയുന്നത്. അവയുടെ വാതകങ്ങൾ തണുപ്പിച്ചാൽ ഖരമായി മാറുകയും ചെയ്യും. ഓക്കെ, അപ്പോൾ ഇങ്ങനെ പദാർത്ഥം വാതകമായി മാറിക്കഴിഞ്ഞു. ഈ വാതകത്തെ തണുപ്പിച്ചാൽ അത് എന്ത് ചെയ്യും? ദ്രാവകമാകാതെ നേരിട്ട് ഖരമായിട്ട് മാറുകയും ചെയ്യും. അപ്പോൾ ഈ ഉത്പതനത്തിന് എക്സാമ്പിളാണ് ഏതൊക്കെ? പാറ്റ ഗുളിക, അയഡിൻ തുടങ്ങിയവ. പാറ്റ ഗുളിക, അയഡിൻ തുടങ്ങിയവ എന്തിനുദാഹരണമാണ്? ഇങ്ങനെയുള്ള ഖരപദാർത്ഥങ്ങളാണ്. ഉത്പതനത്തിന് വിധേയമാകുന്ന ഖരപദാർത്ഥങ്ങളാണ് പാറ്റ ഗുളികയും അയഡിനും ഒക്കെ. ഓക്കെ, അപ്പോൾ ഇതെവിടെ ഒരു ചിത്രം കൊടുത്തിരിക്കുന്നു നോക്കുക. ഖരം ദ്രാവകമായിട്ട് മാറുന്നതും വാതകമായിട്ട് മാറുന്നതും, ദെൻ ഖരം നേരിട്ട് വാതകമായിട്ട് മാറുന്നതും. അപ്പോൾ അതിൻ്റെ ഓരോ പ്രോസസ്സിൻ്റെ പേരും അവിടെ കൊടുത്തിട്ടുണ്ട്. എന്താണ്? ഖരം ദ്രാവകമായിട്ട് മാറുന്ന പ്രക്രിയയാണ് എന്തെന്ന് പറയുന്നത്? ദ്രവീകരണം. ആ ഒരു ചിത്രത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഖരം ദ്രാവകമായി മാറുന്ന പ്രക്രിയ ദ്രവീകരണം. ദ്രാവകം തിരിച്ച് ഖരമാവുന്നതിനെയാണ് ഘനീഭവിക്കൽ എന്ന് പറയുന്നത്.
ദ്രാവകം വാതകമായിട്ട് മാറുന്നതാണ് ബാഷ്പീകരണം. ദ്രാവകം വാതകമായി മാറുന്ന പ്രോസസ്സാണ് ബാഷ്പീകരണം. തിരിച്ച് വാതകം ദ്രാവകമാകുന്നത് എന്താണ്? സാന്ദ്രീകരണം. വാതകം ദ്രാവകമായി മാറുന്ന പ്രോസസ്സാണ് സാന്ദ്രീകരണം. ഇനി ഖരം നേരിട്ട് വാതകമായി മാറുന്നതാണ് നമ്മളിപ്പോൾ പഠിച്ചു ഉത്പതനം എന്ന് പറയുന്നത്. തിരിച്ച് വാതകം നേരിട്ട് ഖരമായി മാറുന്നതാണ് ഘനീഭവിക്കൽ. ഓക്കെ, അപ്പോൾ ഈ പ്രോസസ്സുകളൊക്കെ അറിഞ്ഞിരിക്കണം. ഖരം ദ്രാവകമായി മാറുന്നത് ദ്രവീകരണം, ദ്രാവകം ഖരമായി മാറുന്നത് ഘനീഭവിക്കൽ, ദ്രാവകം വാതകമായി മാറുന്നത് ബാഷ്പീകരണം, വാതകം ദ്രാവകമായി മാറുന്നത് സാന്ദ്രീകരണം, ഖരം വാതകമായി മാറുന്നതാണ് ഉത്പതനം, വാതകം നേരിട്ട് ഖരമായി മാറുന്നതാണ് ഘനീഭവിക്കൽ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഇവിടെ ഒരു കോളം തന്നിട്ടുണ്ട്, അത് നമുക്ക് ഫില്ല് ചെയ്യേണ്ടതാണ്. ഖരം ദ്രാവകമാകുമ്പോൾ എന്താണ് സംഭവിക്കുക? ഖരം അല്ലേ, ഇപ്പോൾ ഒരു ഐസാണ്, ഐസ് കട്ട എന്തായിട്ട് മാറുന്നു? ജലമായിട്ട് മാറുന്നു. ഐസ് കട്ട എന്തായിട്ട് മാറുന്നു? ജലമായിട്ട് മാറുന്നു. അപ്പോൾ എന്തൊക്കെ സംഭവിക്കുമെന്ന് നമുക്ക് ഊഹിച്ചാൽ തന്നെ അറിയാൻ പറ്റും. കണികകളുടെ ചലനം എന്ത് സംഭവിക്കും? ജലം ഇങ്ങനെ ഒഴുകി പോവത്തില്ലേ? ഖരം ഐസ് കട്ടയിൽ ഉള്ളതിനേക്കാളും ചലനം എന്ത് ചെയ്യും? കൂടും അല്ലേ? അപ്പോൾ കണികകളുടെ ചലനം എന്ത് ചെയ്യും? കൂടും. കണികകൾ തമ്മിലുള്ള അകലം എന്ത് ചെയ്യും? അകലം കുറയും. അതുകൊണ്ടാണ് ചലനം കൂടുന്നത് അല്ലേ? അപ്പോൾ അകലം എന്ത് ചെയ്യും? കൂടും. ചലനം കൂടും. കണികകൾ തമ്മിലുള്ള ആകർഷണം, ഖരം എന്ന് പറയുമ്പോൾ അടുത്തടുത്താണ് ഇരിക്കുന്നത്, അപ്പോൾ ആകർഷണം കൂടുതലായിരിക്കും. ജലം എന്ന് പറയുമ്പോൾ കുറച്ചുകൂടെ ദ്രാവകാവസ്ഥയിലാകുമ്പോൾ കുറച്ചുകൂടെ അകലം കൂടുതലായതുകൊണ്ട് ആകർഷണം എന്ത് ചെയ്യും? ആകർഷണം കുറയുകയാണ് ചെയ്യുക. കണികകളുടെ ഊർജ്ജം എന്ത് ചെയ്യും? ചലനമൊക്കെ കൂടുന്നത് കൊണ്ട് തന്നെ ഊർജ്ജം എന്ത് ചെയ്യും? കൂടുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഖരം ദ്രാവകമാകുന്ന സമയത്ത് കണികകളുടെ ചലനം കൂടുന്നു, കണികകൾ തമ്മിലുള്ള അകലം കൂടുന്നു. അകലം കൂടുന്ന സമയത്ത് എന്ത് കുറയും? ആകർഷണം കുറയും, ഊർജ്ജം കൂടുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അത് കറക്റ്റായിട്ട് മനസ്സിലായി. ഇനി അടുത്തത്, ഇതെല്ലാം നമുക്ക് ഊഹിച്ചെഴുതാൻ പറ്റുന്നതാണ്. ദ്രാവകം വാതകമാവുന്ന സമയത്ത് എന്ത് സംഭവിക്കും? ദ്രാവകം വാതകമാകുമ്പോൾ കണികകളുടെ ചലനം ഒന്നുകൂടെ എന്ത് ചെയ്യും? കൂടുകയാണ് ചെയ്യുക അല്ലേ? ദ്രാവകത്തിനേക്കാളും വളരെ ഫ്രീ ആയിട്ട് ഫ്ലോ ചെയ്യാൻ തുടങ്ങും വാതകം. അപ്പോൾ കണികകളുടെ ചലനം വളരെ കൂടുതലാണ്, കണികകൾ തമ്മിലുള്ള അകലം വളരെ വളരെ കൂടുതലാണ്, കണികകൾ തമ്മിലുള്ള ആകർഷണം എന്താണ്? വളരെ കുറവാണ് അല്ലേ? കണികകൾ തമ്മിലുള്ള ആകർഷണം ദ്രാവകത്തെ അപേക്ഷിച്ച് ഖരത്തെ അപേക്ഷിച്ച് വളരെയധികം കുറവാണ്. ഇവിടെ വാതകമായിട്ട് മാറുമ്പോൾ കണികകളുടെ ഊർജ്ജമോ വളരെ കൂടുതലായിരിക്കും അല്ലേ? വളരെ വളരെ കൂടുതലായിരിക്കും. ഓക്കെ, അടുത്തത് വാതകം ദ്രാവകമാകുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? വാതകം ദ്രാവകമാവുകയാണ് ചെയ്യുക. അപ്പോൾ എന്ത് സംഭവിക്കും? വാതകത്തിലുള്ളതിനേക്കാളും അകലം കുറയുകയാണ് ചെയ്യുക അല്ലേ? അപ്പോൾ ചലനം എന്ത് ചെയ്യും? വാതകത്തേക്കാൾ ദ്രാവകത്തിൽ എന്താണ്? ചലനം കുറവാണ്. കണികകൾ തമ്മിലുള്ള അകലം എങ്ങനെയാണ്? അകലവും കുറവാണ് അല്ലേ? വാതകത്തിൽ അകലം കൂടുതലാണ്, അത് ദ്രാവകമാവുമ്പോൾ എന്ത് സംഭവിക്കും? അകലം കുറയും. കണികകൾ തമ്മിലുള്ള ആകർഷണം, അകലം കുറയുന്ന സമയത്ത് എന്താണ്? വളരെ ദൂരെയാണെങ്കിലാണ് ആകർഷണം കുറയുക. ഇത് കുറച്ച് അകലം കുറയും, അപ്പോൾ എന്ത് സംഭവിക്കും? ആകർഷണം കൂടും. ആകർഷണം കൂടും. കണികകളുടെ ഊർജ്ജം എന്ത് ചെയ്യും? ഊർജ്ജം കുറയും അല്ലേ? ഊർജ്ജം കുറയും. ഫ്രീ ആയിട്ട് നല്ല ചലനം കൂടുതലായിരിക്കുമ്പോഴാണ് ഊർജ്ജം കൂടുതൽ. കണികകളുടെ ഊർജ്ജം ഇവിടെ എന്ത് സംഭവിക്കും? വാതകം ദ്രാവകമായിട്ട് മാറുമ്പോൾ അകലം കുറയും. അതുകൊണ്ട് തന്നെ കണികകളുടെ ഊർജ്ജം കുറയുകയാണ് ചെയ്യുക. ഇനി ഖരം വാതകമാകുമ്പോൾ എന്ത് സംഭവിക്കും? ഖരം വാതകമാകുമ്പോഴാണ് അല്ലേ, നമ്മൾ പറഞ്ഞു സബ്ലിമേഷൻ എന്നാണ് ആ പ്രോസസ്സിനെ പറയുക. ഖരം വാതകമായിട്ട് മാറുന്നു. അപ്പോൾ എന്ത് സംഭവിക്കും? കണികകളുടെ ചലനം വളരെ കൂടുതലായിരിക്കും അല്ലേ? വളരെ കൂടുതലായിരിക്കും. കണികകളുടെ തമ്മിലുള്ള അകലം വളരെ കൂടുതലായിരിക്കും. കണികകൾ തമ്മിലുള്ള ആകർഷണം എന്ത് ചെയ്യും? അകലം കൂടുമ്പോൾ ആകർഷണം കുറയും. കണികകളുടെ ഊർജ്ജം എന്ത് ചെയ്യും? കൂടും അല്ലേ? അപ്പോൾ ഇത്രയാണ് ഈ ഒരു കാര്യം. അപ്പോൾ ഈ ഒരു ടേബിൾ നിങ്ങൾ പഠിച്ചേക്കുക. അടുത്തത് വിവിധ അവസ്ഥകളിലെ പദാർത്ഥങ്ങളുടെ വ്യാപനം അഥവാ ഡിഫ്യൂഷൻ ആണ് നമുക്ക് പഠിക്കാനായിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ നോക്കുക, ചൂടാക്കുമ്പോൾ എളുപ്പത്തിൽ ബാഷ്പമാകുന്ന ഒരു പദാർത്ഥമാണ് അയഡിൻ എന്ന് പറയുന്നത്. നമ്മൾ പറഞ്ഞു സബ്ലിമേഷൻ എക്സാമ്പിൾ ആണ് അല്ലേ അയഡിൻ. ചൂടാക്കുമ്പോൾ എളുപ്പത്തിൽ ബാഷ്പമാകുന്ന പദാർത്ഥമാണ് എന്ത്? അയഡിൻ എന്ന് പറയുന്നത്. നോക്കുക, ഇവിടെ ഡിഫ്യൂഷൻ എന്താണെന്ന് കൊടുത്തിട്ടുണ്ട്. ചലന സ്വാതന്ത്ര്യമുള്ള കണികകൾ സ്വയമേവ പരസ്പരം കലരുന്നതിനെയാണ്
വ്യാപനം അഥവാ ഡിഫ്യൂഷൻ എന്ന് പറയുന്നത്. ചലന സ്വാതന്ത്ര്യമുള്ള കണികകൾ എന്ത് ചെയ്യുന്നു? സ്വയം തന്നെ അതിനെയാണ് നമ്മൾ വ്യാപനം എന്ന് പറയുന്നത്. അതിന് എക്സാമ്പിളാണ് നമ്മളിപ്പോൾ നേരത്തെ അയഡിൻ ഇവിടെ പറഞ്ഞില്ലേ. അയഡിൻ ഇവിടെ ഒരു ഗ്ലാസ് ജാറിലെടുത്തൊരു പരീക്ഷണമാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അയഡിൻ്റെ ക്രിസ്റ്റലുകൾ ഒരു വാച്ച് ഗ്ലാസ്സിൽ എടുത്തിട്ട് ചൂടാക്കുക, എന്നിട്ട് ആ ബാഷ്പം എന്ത് ചെയ്യുക? ഗ്യാസ് ജാറിൽ നിറയ്ക്കുക, എന്നിട്ട് അതിന് മുകളിൽ വേറൊരു ഗ്ലാസ് ജാറ് കമഴ്ത്തി വെച്ച് കൊടുക്കുക. അപ്പോൾ എന്ത് സംഭവിച്ചു? ഇത് ആദ്യം കാണുന്ന ചിത്രത്തിൽ കണ്ടോ? ആദ്യം അയഡിൻ ഇവിടെയുണ്ട്, അതിനുശേഷം മുകളിൽ വേറൊരു ജാറ് വെച്ചു. അപ്പോൾ അതെന്ത് ചെയ്തു? ഈ കളറ് ഇതിലോട്ടും വ്യാപിച്ചു അല്ലേ. അപ്പോൾ അതാണ് വ്യാപനം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ചന്ദനത്തിരിക്ക് സുഗന്ധമുണ്ടെന്ന് നമുക്കറിയാം. പക്ഷെ അത് ചന്ദനത്തിരി കത്തിക്കുമ്പോഴാണ് എന്ത് ചെയ്യുന്നത്? അതിൻ്റെ സുഗന്ധം മുറിയിൽ മുഴുവനായിട്ടും വ്യാപിക്കുന്നത് അല്ലേ. അപ്പോൾ താപനില അവിടെ ചൂട് കൂടിയപ്പോൾ എന്താണ്? അവിടെ വ്യാപനം കൂടുകയാണ് ചെയ്തത്. അപ്പോൾ താപനിലയും വ്യാപനവും തമ്മിൽ എന്താണ്? ബന്ധമുണ്ട് എന്നുള്ളത് മനസ്സിലായി. താപനില കൂടിയപ്പോൾ അവിടെ വ്യാപനം എന്ത് ചെയ്തു? കൂടി. അപ്പം ഇതാണ് വ്യാപനം എന്നാണ് അവിടെ പറയുന്നത്. വ്യാപനം എന്ന് പറഞ്ഞാൽ എന്താണ്? ചലന സ്വാതന്ത്ര്യമുള്ള കണികകൾ സ്വയമേവ പരസ്പരം കലരുന്നതിനെയാണ് വ്യാപനം എന്ന് പറയുന്നത്. പഴങ്ങളുടെ മണം വ്യാപിക്കുന്നത്, നമ്മൾ ഭക്ഷണം പാകം ചെയ്യുന്ന സമയത്ത് അതിൻ്റെ മണം പുറത്തോട്ടൊക്കെ വ്യാപിക്കുന്നത്, ഇതെല്ലാം എന്താണ്? ഡിഫ്യൂഷന് എക്സാമ്പിളാണ്, വ്യാപനത്തിന് എക്സാമ്പിളാണ്. ഓക്കെ, അടുത്തത് നമുക്ക് പഠിക്കാനുള്ളത് ശുദ്ധപദാർത്ഥങ്ങളും മിശ്രിതങ്ങളും, പ്യുവർ സബ്സ്റ്റൻസസ് ആൻഡ് മിക്സ്ചേഴ്സ്. നോക്കുക, നാം നിത്യജീവിതത്തിൽ കൈകാര്യം ചെയ്യുന്ന ഓരോ വസ്തുവും അതിസൂക്ഷ്മ കണികകളാൽ നിർമ്മിതമാണ്. നമ്മൾ പറഞ്ഞു സൂക്ഷ്മ കണികകൾ കൊണ്ട് നിർമ്മിച്ചിരിക്കുകയാണ്. ആ കണികൾക്ക് ആ പദാർത്ഥത്തിൻ്റെ എല്ലാ സ്വഭാവവും ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞു അല്ലേ. അപ്പോൾ ഈ കണികകളുടെ സ്വഭാവത്തിൻ്റെ അടിസ്ഥാനത്തിൽ പദാർത്ഥങ്ങളെ എത്രയായി തിരിക്കാം? രണ്ടായി തിരിക്കാം. ശുദ്ധപദാർത്ഥങ്ങളെന്നും മിശ്രിതങ്ങളെന്നും. കണികകളുടെ സ്വഭാവത്തിൻ്റെ അടിസ്ഥാനത്തിൽ പദാർത്ഥങ്ങളെ രണ്ടായിട്ട് തിരിക്കാം. ശുദ്ധപദാർത്ഥങ്ങൾ എന്നും മിശ്രിതങ്ങൾ എന്നും രണ്ടായിട്ട് തിരിക്കാം. അപ്പോൾ ഇവിടെ എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. ജലത്തിൻ്റെയും ഉപ്പിൻ്റെയും സ്വർണത്തിൻ്റെയും കണികകൾക്ക് അതിൻ്റേതായിട്ടുള്ള വ്യത്യസ്ത സ്വഭാവങ്ങളല്ലേ ഉള്ളത്. ഇങ്ങനെ ഒരേ സ്വഭാവമുള്ള കണികളാൽ നിർമ്മിതമായിട്ടുള്ള പദാർത്ഥങ്ങളെയാണ് ശുദ്ധ പദാർത്ഥങ്ങൾ എന്ന് പറയുന്നത്. അതായത് ഇപ്പോൾ ജലം എടുത്തു കഴിഞ്ഞാൽ അതിൽ ജലത്തിൻ്റെ അല്ലെ ഓക്സിജൻ, ഹൈഡ്രജൻ ആ കണികകൾ മാത്രമാണ് ഉണ്ടാവുക. ഉപ്പ് എടുത്തു കഴിഞ്ഞാലും അതുപോലെ തന്നെ അതിൻ്റെ എല്ലാ കണികകളും സെയിം ആയിരിക്കും അല്ലേ. അപ്പോൾ അതിൻ്റെ എന്താണ് ഒരേ സ്വഭാവമുള്ള കണികകളാൽ നിർമ്മിതമായിട്ടുള്ള പദാർത്ഥങ്ങളെ നമ്മൾ എന്തെന്ന് പറയും? ശുദ്ധ പദാർത്ഥങ്ങൾ എന്ന് പറയും. ഇനി ഉപ്പിൻ്റെ സ്വഭാവമുള്ള കണികകളും ജലത്തിൻ്റെ സ്വഭാവമുള്ള കണികകളും കാണുമല്ലോ. അപ്പോൾ ഇങ്ങനെയുള്ള വ്യത്യസ്ത സ്വഭാവമുള്ള കണികകളാൽ നിർമ്മിതമായിട്ടുള്ള പദാർത്ഥങ്ങളെയാണ് മിശ്രിതങ്ങൾ എന്ന് പറയാം. ഇപ്പോൾ ശുദ്ധ പദാർത്ഥത്തിന് എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഉപ്പ് അല്ലെങ്കിൽ പഞ്ചസാര അല്ലെങ്കിൽ ജലം അതൊക്കെ എടുത്തു കഴിഞ്ഞാൽ അതിന് അതിൻ്റേതായിട്ടുള്ളൊരു സ്വഭാവമുണ്ട് അല്ലേ. അപ്പോൾ ഇങ്ങനെ ഒരേ സ്വഭാവമുള്ള കണികകളാൽ നിർമ്മിതമായിട്ടുള്ള പദാർത്ഥങ്ങളെ ശുദ്ധ പദാർത്ഥങ്ങളെന്നും, മിശ്രിതങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇപ്പോൾ നമ്മൾ പറഞ്ഞ ഉപ്പ് വെള്ളം അല്ലെങ്കിൽ പഞ്ചസാര ലായനി എന്ന് പറയുമ്പോൾ അതിന് പഞ്ചസാരയുടെ ക്യാരക്ടറും ഉണ്ടാവും, ജലത്തിൻ്റെ ക്യാരക്ടറും ഉണ്ടാവും. അപ്പോൾ അത് രണ്ടും കൂടെ മിക്സ് ചെയ്തിട്ടുള്ളതാണ് അല്ലേ. അപ്പോൾ വ്യത്യസ്ത സ്വഭാവമുള്ള കണികകളാൽ നിർമ്മിതമായിട്ടുള്ള പദാർത്ഥങ്ങളെ നമ്മൾ എന്തെന്ന് പറയും? മിശ്രിതങ്ങൾ എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ കുറച്ച് എന്താണ് പദാർത്ഥങ്ങൾ കൊടുത്തിട്ടുണ്ട്. അതിനെ ശുദ്ധപദാർത്ഥങ്ങളെന്നും മിശ്രിതങ്ങളെന്നും തിരിക്കുക എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇവിടെ സ്വർണം എന്ന് പറയുന്നത് എന്താണ്? അത് ശുദ്ധ പദാർത്ഥമാണ്. സ്വർണത്തിൽ സ്വർണം മാത്രമേ ഉള്ളൂ അല്ലേ. അടുത്തത് സോഡാവെള്ളം എന്ന് പറയുമ്പോൾ അവിടെ എന്താണ്? സോഡയിൽ വെള്ളത്തിൻ്റെയും അതിൻ്റെയും അംശം ഉണ്ടാവും അല്ലേ. അപ്പോൾ എന്താണ്? അത് മിശ്രിതമാണ്. അത് ഇവിടെ കൊടുത്തിട്ടുണ്ട്, സോഡാവെള്ളം മിശ്രിതമാണ്. ഇനി മണ്ണ് എന്ന് പറയുമ്പോൾ എന്താണ്? അത് മിശ്രിതമാണ് അല്ലേ. മണ്ണെന്ന് പറയുന്നത് മിശ്രിതമാണ്. അതിൽ കല്ലും പൊടിയും അങ്ങനെ പലതരത്തിലുള്ള ഇതുണ്ടാവും. അപ്പോൾ മണ്ണ് മിശ്രിതമാണ്. ജലം എടുത്തു കഴിഞ്ഞാൽ എന്താണ്? അതിൽ ജലത്തിൻ്റെ കണികകൾ അതിൻ്റെ സ്വഭാവം മാത്രമാണ് ഉണ്ടാവുക. അപ്പോൾ അതെന്താണ്? ശുദ്ധ പദാർത്ഥമാണ്. ഇവിടെ മണ്ണ് മിശ്രിതമാണ്. ജലം എന്ന് പറയുന്നത് ശുദ്ധപദാർത്ഥമാണ്. ഐസ് എന്ന് പറയുന്നത് എന്താണ്? ശുദ്ധപദാർത്ഥമാണ്. ദെൻ നീരാവി എന്ന് പറയുന്നത് എന്താണ്? നീരാവി എന്ന് പറയുന്നത് ശുദ്ധപദാർത്ഥമാണ്. പഞ്ചസാര, ഉപ്പ് ഇതെല്ലാം എന്താണ്? ശുദ്ധപദാർത്ഥമാണ്. കാർബൺ ഡൈ ഓക്സൈഡ് എന്ന് പറയുന്നത് കാർബൺ ഡൈ ഓക്സൈഡ് എന്ന് പറയുമ്പോൾ കാർബണിൻ്റെയും ഓക്സിജൻ്റെയും സ്വഭാവങ്ങൾ ഉണ്ടാവും. സോ കാർബൺ ഡൈ ഓക്സൈഡ് എന്താണ്? ഒരു മിശ്രിതമാണ്. അതുപോലെ പഞ്ചസാര ലായനി മിശ്രിതമാണ്. ഉപ്പു ലായനി എന്താണ്? മിശ്രിതമാണ് അല്ലേ. അപ്പോൾ എന്താണ്? അത് നമുക്ക് ആ ക്യാരക്ടേഴ്സ് നോക്കിയിട്ട് നമുക്കതിനെ എന്താണ് ഡിഫറൻഷ്യേറ്റ് ചെയ്യാനായിട്ട് പറ്റും. അടുത്തത് മിശ്രിതത്തിലെ ഘടകങ്ങൾ വേർതിരിക്കാം. നോക്കുക, പ്രകൃതിയിൽ കാണപ്പെടുന്ന മിക്ക പദാർത്ഥങ്ങളും എന്താണ്? മിശ്രിതങ്ങളാണ്. ഉദാഹരണം മണ്ണ്, കടൽ വെള്ളം, പാറപ്പൊടി, മണൽ, നദീജലം, വായു ഇതെല്ലാം എന്താണ്? മിശ്രിതങ്ങളാണ് എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ മിശ്രിതങ്ങളെ
അതിലെ ഘടകങ്ങൾ വേർതിരിക്കേണ്ട സന്ദർഭങ്ങൾ ഉണ്ടാവാറുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ചില സന്ദർഭങ്ങളാണ് കൊടുത്തിട്ടുള്ളത്. എന്താണ്? നെല്ലിൽ നിന്ന് പതിര് വേർതിരിക്കുന്നു, ചായയിൽ നിന്ന് ചായച്ചണ്ടി മാറ്റുന്നു, കടൽ വെള്ളത്തിൽ നിന്നും ഉപ്പ് വേർതിരിക്കുന്നു. അപ്പോൾ ഇതെല്ലാം എന്താണ്? മിശ്രിതത്തിൽ നിന്നും ഘടകങ്ങൾ വേർതിരിക്കുന്നതാണ് അല്ലേ. അപ്പോൾ ഇവിടെ ഓരോ സന്ദർഭം കൊടുത്തിട്ടുണ്ട്, അതിൽ വേർതിരിക്കുന്ന രീതി, വേർതിരിക്കാൻ ഉപയോഗപ്പെടുത്തിയ സ്വഭാവം എന്ന് പറഞ്ഞൊരു കോളം കൊടുത്തിട്ടുണ്ട്. നോക്കുക. അപ്പോൾ ഈ കോളം ഫില്ല് ചെയ്യുന്നതിന് മുന്നേ നമുക്ക് ആ മെത്തേഡ്സ് ഒന്ന് പഠിക്കാം. ഓക്കെ, അപ്പോൾ നോക്കുക. മിശ്രിതത്തിലടങ്ങിയ ഘടകപദാർത്ഥങ്ങളുടെ സ്വഭാവം അനുസരിച്ച് ഘടകങ്ങളെ വേർതിരിക്കുന്ന മാർഗം നമുക്ക് തിരഞ്ഞെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ ഇവിടെ ആദ്യം തന്നിട്ടുള്ളത് നോക്കുക. സ്വേദനം. ഉപ്പുവെള്ളത്തിൽ നിന്ന് ഉപ്പ് വേർതിരിച്ച് കിട്ടുന്ന ബാഷ്പീകരണം വഴിയാണ് എന്ന് നമ്മൾ പറഞ്ഞല്ലേ. ഉപ്പുവെള്ളത്തിൽ നിന്നും ഉപ്പ് വേർതിരിച്ചെടുക്കുന്ന ഏത് വഴിയാണ്? ബാഷ്പീകരണം വഴിയാണ്. അപ്പോൾ അത് നമുക്ക് ഇനി പഠിക്കേണ്ട. അടുത്തത് സ്വേദനം എന്ന് പറയുന്ന മെത്തേഡാണ്. സ്വേദനം അഥവാ ഡിസ്റ്റിലേഷൻ. ഓക്കെ, അപ്പോൾ നോക്കുക, എന്താണ് സ്വേദനം എന്ന് പറയുന്നത്? മിശ്രിതത്തിലെ ഒരു ഘടകം ബാഷ്പീകരണശീലമുള്ളതും മറ്റുള്ളവ സാധാരണ രീതിയിൽ ബാഷ്പീകരിക്കാത്തതും ആയാൽ സ്വേദനം എന്ന പ്രക്രിയയിലൂടെ അവയെ വേർതിരിക്കാം എന്നാണ് പറയുന്നത്. ഓക്കെ, അതായത് ഒരു ഘടകം, മിശ്രിതം എന്ന് പറയുമ്പോൾ ഒന്നിൽ കൂടുതൽ ഘടകങ്ങൾ ഉണ്ടാവും. അതിൽ ഒരു ഘടകം എന്താണ്? ബാഷ്പീകരണശീലമുള്ളതായിരിക്കണം. മറ്റുള്ളവ എന്താണ്? സാധാരണ രീതിയിൽ ബാഷ്പീകരിക്കാത്തതുമാണെങ്കിൽ അതിന് നമുക്ക് എന്ത് മെത്തേഡ് യൂസ് ചെയ്യാം? സ്വേദനം എന്ന് പറയുന്ന മെത്തേഡ് യൂസ് ചെയ്യാനായിട്ട് പറ്റും. ഇവിടെ പിക്ചറിൽ ഉപ്പുലായനി വേർതിരിച്ചെടുക്കുന്നതിൻ്റെ ചിത്രം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഉപ്പുലായനിയിൽ നിന്നും ജലം വേർതിരിച്ചെടുക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന മെത്തേഡ് ഏതാണ്? സ്വേദനമാണ്. അത് പഠിച്ചു വയ്ക്കുക. ഇനി തമ്മിൽ കലരുന്ന ദ്രാവകങ്ങൾ അടങ്ങിയ മിശ്രിതത്തിലെ ഘടകങ്ങൾക്ക് തിളനിലയിൽ വലിയ വ്യത്യാസമുണ്ടെങ്കിൽ അവ വേർതിരിക്കാനും എന്തുപയോഗിക്കാം? സ്വേദനം എന്ന പ്രക്രിയ ഉപയോഗപ്പെടുത്താവുന്നതാണ്. ഓക്കെ, തമ്മിൽ കലരുന്ന ദ്രാവകങ്ങൾ അടങ്ങിയ മിശ്രിതത്തിലെ ഘടകങ്ങൾക്ക് എന്തിൽ വ്യത്യാസമുണ്ടെങ്കിൽ? തിളനിലയിൽ വലിയ വ്യത്യാസമുണ്ടെങ്കിൽ അവ വേർതിരിക്കുവാനും സ്വേദനം എന്ന് പറയുന്ന പ്രക്രിയ ഉപയോഗപ്പെടുത്താം. ഉദാഹരണം കൊടുത്തിട്ടുണ്ട്. തിളനിലയിലുള്ള വ്യത്യാസത്തിൻ്റെ ജലത്തിൻ്റെ തിളനില എത്രയാണ്? 100 ഡിഗ്രി സെൽഷ്യസ് ആണ്. അസറ്റോണിൻ്റെ തിളനില 56 ഡിഗ്രി സെൽഷ്യസ് ആണ്. അപ്പോൾ അവ തമ്മിലുള്ള തിളനിലയിൽ വലിയ വ്യത്യാസം ഉള്ളത് കൊണ്ട് തന്നെ ഇവിടെ എന്തുപയോഗിക്കാം? സ്വേദനം എന്ന് പറയുന്ന, ഡിസ്റ്റിലേഷൻ എന്ന് പറയുന്ന പ്രോസസ്സാണ് ഉപയോഗിക്കാനായിട്ട് പറ്റുന്നത്. ഓക്കെ, അപ്പോൾ സാധാരണ ലഭ്യമായ ജലത്തിൽ പല ലവണങ്ങളും ചേർന്നിരിക്കും. അവയെ സ്വേദനം വഴി നീക്കം ചെയ്താണ് കുത്തിവയ്പ്പിനും സ്റ്റോറേജ് ബാക്ടറികളിലും മറ്റും ഉപയോഗിക്കുവാനുള്ള ഡിസ്റ്റിൽഡ് വാട്ടർ നിർമ്മിക്കുന്നത്. അപ്പോൾ നമുക്ക് സാധാരണമായിട്ട് കിട്ടുന്ന ജലത്തിൽ എന്തുണ്ടാവും? പലതരത്തിലുള്ള ലവണങ്ങൾ ചേർന്നിട്ടുണ്ടാകും. അപ്പോൾ അവയെ എന്ത് ചെയ്യുന്നു? സ്വേദനം വഴി നീക്കം ചെയ്താണ് എന്ത് ചെയ്യുന്നത്? കുത്തിവയ്പ്പിനും സ്റ്റോറേജ് ബാറ്ററിയിലുമൊക്കെ ഉപയോഗിക്കുവാനുള്ള ഡിസ്റ്റിൽഡ് വാട്ടർ നിർമ്മിക്കുന്നത്. ഓക്കെ, അപ്പോൾ സ്വേദനം എന്താണെന്ന് മനസ്സിലായല്ലോ. ഇനി അടുത്തത് അംശിക സ്വേദനം അല്ലെങ്കിൽ ഫ്രാക്ഷണൽ ഡിസ്റ്റിലേഷൻ എന്ന് വെച്ചാൽ എന്താണ്? മിശ്രിതത്തിൽ അടങ്ങിയിരിക്കുന്ന ഘടകങ്ങളുടെ തിളനിലകൾ തമ്മിൽ ചെറിയ വ്യത്യാസമേ ഉള്ളുവെങ്കിൽ അവയെ വേർതിരിക്കാനായിട്ടാണ് അംശിക സ്വേദനം എന്ന് പറയുന്നത്. അപ്പോൾ തിളനിലയിൽ വലിയ വ്യത്യാസം ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ഉപയോഗിക്കാം? സ്വേദനം ഉപയോഗിക്കാം. തിളനിലകൾ തമ്മിൽ ചെറിയ വ്യത്യാസമേ ഉള്ളൂ എങ്കിൽ അവയെ വേർതിരിക്കാനായിട്ടാണ് നമ്മൾ എന്ത് ഉപയോഗിക്കുന്നത്? അംശിക സ്വേദനം ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇവിടെ എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. എത്തനോൾ എന്ന് പറയുന്നത് തിളനില 78 ഡിഗ്രിയും മെത്തനോളിൻ്റെ തിളനില 65 ഡിഗ്രിയാണ്. അപ്പോൾ ചെറിയ വ്യത്യാസമേ ഉള്ളൂ. അപ്പോൾ ഇവ പരസ്പരം കലരുന്ന ദ്രാവകങ്ങളാണ്. ഇവയുടെ തിളനിലകൾ തമ്മിൽ ചെറിയ വ്യത്യാസമേ ഉള്ളൂ. ഇവയടങ്ങിയ മിശ്രിതത്തിലെ ഘടകങ്ങൾ വേർതിരിക്കുന്നത് ഏത് വഴിയാണ്? അംശിക സ്വേദനം എന്ന പ്രക്രിയയിലൂടെയാണ്. ഓക്കെ, അപ്പോൾ എക്സാമ്പിൾ പഠിച്ചു വയ്ക്കുക. അംശിക സ്വേദനത്തിന് എത്തനോളും മെത്തനോളും കലർന്ന മിശ്രിതത്തിൽ നിന്നും വേർതിരിക്കാൻ വേണ്ടിയിട്ട് അംശിക സ്വേദനം എന്ന് പറയുന്ന പ്രക്രിയയാണ് ഉപയോഗിക്കുന്നത്. മിശ്രിതത്തിൻ്റെ ബാഷ്പം ഫ്രാക്ഷനേറ്റിംഗ് കോളത്തിലൂടെ കടന്നു പോകുമ്പോൾ ആവർത്തിച്ചുള്ള സാന്ദ്രീകരണം എന്താണെന്ന് നമ്മൾ പഠിച്ചു. ബാഷ്പീകരണം എന്താണെന്നും പഠിച്ചു. ഈ ആവർത്തിച്ചുള്ള സാന്ദ്രീകരണവും ബാഷ്പീകരണവും നടത്തുന്നു. ഇതേ തുടർന്ന് തിളനില കുറഞ്ഞ മെത്തനോൾ ഫ്രാക്ഷനേറ്റിംഗ് കോളത്തിനകത്തു നിന്ന് ആദ്യം ബാഷ്പരൂപത്തിൽ കണ്ടൻസറിലേക്ക് പ്രവേശിക്കുകയും അവിടെ വെച്ച് തണുത്ത ദ്രാവകമായി ചുവടുരുണ്ട ഫ്ലാസ്കിൽ ശേഖരിക്കപ്പെടുകയും ചെയ്യുന്നു. തിളനില അല്പം കൂടിയ എത്തനോൾ പിന്നീട് ഇതേപോലെ മറ്റൊരു ഫ്ലാസ്കിൽ ശേഖരിക്കാവുന്നതാണ്. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ബേസിക് ആയിട്ട് ഈ പ്രോസസ്സ് എന്താണ് അതിനുള്ളൊരു എക്സാമ്പിളും കൂടെ പഠിച്ചു വച്ചേക്കുക. ഓക്കെ, ഇവിടെ നോക്കാം. ഭൂമിക്കടിയിൽ വളരെ ആഴങ്ങളിൽ നിന്ന് കുഴിച്ചെടുക്കുന്ന ക്രൂഡ് ഓയിൽ തിളനിലകളിൽ അധികം വ്യത്യാസമില്ലാത്ത ഹൈഡ്രോ കാർബണുകളുടെ മിശ്രിതമാണ്.
ഇതിൽ നിന്ന് ആംശിക സ്വേദനം വഴിയാണ് പെട്രോൾ, ഡീസൽ, മണ്ണെണ്ണ, നാഫ്ത തുടങ്ങിയ പെട്രോളിയം ഉൽപ്പന്നങ്ങൾ വേർതിരിക്കുന്നത്. അപ്പോൾ ചിലപ്പോൾ ചോദിക്കാം, പെട്രോൾ, ഡീസൽ, മണ്ണെണ്ണ, നാഫ്ത തുടങ്ങിയ പെട്രോളിയം ഉൽപ്പന്നങ്ങൾ വേർതിരിക്കുന്ന പ്രോസസ്സ് ഏതാണ്? ആംശിക സ്വേദനമാണ്. ആംശിക സ്വേദനം. ഓക്കെ. അടുത്തത് സെപ്പറേറ്റിംഗ് ഫണൽ ഉപയോഗിച്ചുള്ള വേർതിരിക്കൽ. അതായത് ഒരു കുപ്പിയിൽ 1/4 ഭാഗത്തോളം മണ്ണെണ്ണ എടുക്കുക. കുപ്പിയിലേക്ക് അത്ര തന്നെ ജലമൊഴിച്ച് അടച്ചതിന് ശേഷം നന്നായി കുലുക്കുക. ഏതാനും മിനിറ്റുകൾക്കുള്ളിൽ അനക്കാതെ വെച്ച ശേഷം പരിശോധിക്കുക. അപ്പോൾ ഇതൊരു പരീക്ഷണം നമുക്ക് തന്നിരിക്കുകയാണ്. അതായത് മണ്ണെണ്ണയും ജലവും തമ്മിൽ പരസ്പരം കലരുമോ? ഇല്ല. അപ്പോൾ ഇത്തരത്തിൽ പരസ്പരം കലരാത്ത ദ്രാവകങ്ങളെ അവയുടെ മിശ്രിതത്തിൽ നിന്നും വേർതിരിക്കുവാനുള്ള ഉപകരണമാണ് എന്ത്? ഈ സെപ്പറേറ്റിംഗ് ഫണൽ എന്ന് പറയുന്നത്. മണ്ണെണ്ണയും ജലവും കൂടെ ഒരുമിച്ച് ഒഴിച്ചു കഴിഞ്ഞാൽ കലരില്ല, അല്ലേ? അപ്പോൾ പരസ്പരം കലരാത്ത ദ്രാവകങ്ങളെ അവയുടെ മിശ്രിതത്തിൽ നിന്നും വേർതിരിക്കുവാനുള്ള ഉപകരണമാണ് എന്ത്? സെപ്പറേറ്റിംഗ് ഫണൽ എന്ന് പറയുന്നത്. അടുത്ത പ്രോസസ്സാണ് ഉത്പതനം. നമ്മൾ എന്താണെന്ന് പഠിച്ചു, അല്ലെ? ഉത്പതനം എന്താണ്? ഡയറക്റ്റ് ആയിട്ട് ഖരം എന്തായിട്ട് മാറുന്നു? വാതകാവസ്ഥയിലോട്ട് മാറുന്നു, അല്ലേ? അതിന് എക്സാമ്പിൾ നമ്മൾ പറഞ്ഞു, പാറ്റ ഗുളിക, അയഡിൻ. അപ്പോൾ അയഡിൻ ക്രിസ്റ്റൽ ചൂടാക്കി അയഡിൻ ബാഷ്പം ശേഖരിച്ചത് എങ്ങനെയാണെന്ന് നമ്മൾ പറഞ്ഞതല്ലേ? അപ്പോൾ ചൂടാക്കുമ്പോൾ ദ്രാവകമാകാതെ നേരിട്ട് ബാഷ്പമാകുന്ന പദാർത്ഥങ്ങളാണ് അയഡിൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ സ്വഭാവമുള്ള മറ്റു പദാർത്ഥങ്ങളുണ്ടോ? ഉണ്ട്. നമ്മൾ പറഞ്ഞല്ലേ, കർപ്പൂരം, പാറ്റ ഗുളിക, അമോണിയം ക്ലോറൈഡ്, ഇതെല്ലാം എന്താണ്? ചൂടാക്കുമ്പോൾ ഖരാവസ്ഥയിൽ നിന്ന് നേരിട്ട് വാതകാവസ്ഥയിലോട്ട് മാറുന്നതാണ്. അപ്പോൾ ഇവ ഉരുകി ദ്രാവകമാകുന്നുണ്ടോ? ഇല്ല. ഒരു ഖരപദാർത്ഥം ചൂടാക്കുമ്പോൾ ദ്രാവകമാകാതെ നേരിട്ട് വാതകമാക്കി മാറുന്ന പ്രക്രിയയാണ് ഉത്പതനം എന്ന് പറയുന്നത്. ഈ ഉത്പതന സ്വഭാവമുള്ള ഘടകങ്ങളെ മിശ്രിതങ്ങളിൽ നിന്ന് വേർതിരിക്കുവാൻ വേണ്ടി ഉപയോഗിക്കുന്ന രീതിയാണ് എന്ത്? ഉത്പതനം എന്ന് പറയുന്നത്. അപ്പോൾ അമോണിയം ക്ലോറൈഡും മണലും ചേർന്ന മിശ്രിതത്തിലെ ഘടകങ്ങളെ വേർതിരിക്കുന്ന ക്രമീകരണത്തിൻ്റെ ചിത്രം ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതാണ് എന്ത്? ഉത്പതനം എന്ന് പറയുന്നത്. അടുത്ത മെത്തേഡാണ് സെൻട്രിഫ്യൂഗേഷൻ എന്ന് പറയുന്നത്. സെൻട്രിഫ്യൂഗേഷൻ എന്ന് വെച്ചാൽ എന്താണ്? കണികകളുടെ ഭാരവ്യത്യാസത്തിൻ്റെ അടിസ്ഥാനത്തിൽ മിശ്രിതത്തിലെ ഘടകങ്ങളെ വേർതിരിക്കുവാനുള്ള മാർഗമാണ്. ഓക്കെ. കണികകളുടെ ഭാരവ്യത്യാസത്തിൻ്റെ അടിസ്ഥാനത്തിൽ മിശ്രിതത്തിലെ ഘടകങ്ങളെ വേർതിരിക്കുന്ന മാർഗം ഏതാണ്? സെൻട്രിഫ്യൂഗേഷൻ ആണ്. ക്ലിനിക്കൽ ലാബുകളിൽ രക്തസാമ്പിളുകളിൽ നിന്ന് രക്തകോശം വേർതിരിക്കുവാനും രാസപരീക്ഷണങ്ങൾ ചെയ്യുമ്പോൾ അവക്ഷിപ്തം വേഗത്തിൽ വേർതിരിക്കുവാനും ഉപയോഗിക്കുന്ന മാർഗമാണ് സെൻട്രിഫ്യൂഗേഷൻ. അപ്പോൾ ചിലപ്പോൾ ചോദിക്കാം, ക്ലിനിക്കൽ ലാബുകളിൽ രക്തസാമ്പിളുകളിൽ നിന്ന് രക്തകോശം വേർതിരിക്കുവാൻ ഉപയോഗിക്കുന്ന പ്രോസസ്സ് ഏതാണ്? സെൻട്രിഫ്യൂഗേഷൻ ആണ്. സാമ്പിൾ അടങ്ങിയ ഒരു ദ്രാവകം ടെസ്റ്റ് ട്യൂബുകളിൽ എടുത്ത് ഒരു ഉപകരണത്തിൽ വെച്ച് കേന്ദ്രം ആധാരമാക്കി കറക്കുന്നു. അപ്പോൾ ഭാരം കൂടിയ കണികകൾ കേന്ദ്രത്തിൽ നിന്ന് അകന്നും ഭാരം കുറഞ്ഞവ കേന്ദ്രത്തിന് അടുത്തുമായിട്ട് വേർതിരിയുന്നു. അതാണ് സെൻട്രിഫ്യൂഗേഷൻ എന്ന് പറയുന്നത്. ഓക്കെ. അടുത്തത് ഇവിടെ ഒരു കോളം കൊടുത്തിട്ടുണ്ട്, നോക്കുക. ഒരു ദ്രാവക മിശ്രിതത്തിലെ അലേയങ്ങളായ ഘടക കണികകളെ അവയുടെ ഭാരവ്യത്യാസത്തിൻ്റെ അടിസ്ഥാനത്തിൽ വേർതിരിക്കാൻ സെൻട്രിഫ്യൂജ് എന്ന ഉപകരണം പ്രയോജനപ്പെടുത്തുന്നു. ഈ പ്രക്രിയയാണ് സെൻട്രിഫ്യൂഗേഷൻ എന്ന് പറയുന്നത്. ഓക്കെ. ഒരു ദ്രാവക മിശ്രിതത്തിലെ അലേയങ്ങളായിട്ടുള്ള ഘടകകണികളെ അവയുടെ ഭാരവ്യത്യാസത്തിൻ്റെ, അതാണ് ഇമ്പോർട്ടൻ്റ്, ഭാരവ്യത്യാസത്തിൻ്റെ അടിസ്ഥാനത്തിൽ വേർതിരിക്കുന്ന പ്രോസസ്സാണ് സെൻട്രിഫ്യൂഗേഷൻ എന്ന് പറയുന്നത്. ഓക്കെ. ഇനി അടുത്ത മെത്തേഡാണ് ക്രൊമാറ്റോഗ്രഫി. അപ്പോൾ എന്താണ് ക്രൊമാറ്റോഗ്രഫി? ഒരേ ലായകത്തിൽ അലിഞ്ഞു ചേർന്ന ഒന്നിലധികം ലീനങ്ങളെ വേർതിരിക്കാൻ ഉപയോഗിക്കാവുന്ന മാർഗമാണ് ക്രൊമാറ്റോഗ്രഫി എന്ന് പറയുന്നത്. ഓക്കെ. ഒരേ ലായകത്തിൽ ഒന്നിലധികം ലീനങ്ങൾ അലിഞ്ഞു ചേർന്നിട്ടുണ്ടെങ്കിൽ അതിനെ വേർതിരിക്കുവാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ് ക്രൊമാറ്റോഗ്രഫി. ഈ രീതി ആദ്യം പ്രയോഗിച്ചത് നിറമുള്ള പദാർത്ഥങ്ങൾ വേർതിരിക്കാനായതുകൊണ്ടാണ് ഈ പ്രക്രിയ എന്തറിയപ്പെടുന്നത്? ക്രൊമാറ്റോഗ്രഫി എന്നറിയപ്പെടുന്നത്. ഓക്കെ. നിറമുള്ള പദാർത്ഥങ്ങളെ വേർതിരിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് ആദ്യമായിട്ട് ഉപയോഗിച്ചത്. അതുകൊണ്ടാണ് ക്രൊമാറ്റോഗ്രഫി എന്ന ഈ പേര് അറിയപ്പെടുന്നത്. ഓക്കെ. അപ്പോൾ ഒരേ ലായകത്തിൽ അലിഞ്ഞു ചേർന്നിട്ടുള്ള വ്യത്യസ്തങ്ങളായിട്ടുള്ള ലീനങ്ങളെ വേർതിരിക്കുന്ന പ്രോസസ്സാണ് ക്രൊമാറ്റോഗ്രഫി എന്നുള്ളത്. അവിടെ അതിശോഷണം ക്രൊമാറ്റോഗ്രഫിക്ക് ആധാരം എന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. നോക്കുക. സൂക്ഷ്മ സുഷിരങ്ങളിലൂടെ ഭൂഗുരുത്വത്തിന് എതിരായി ദ്രാവകങ്ങൾ മുകളിലേക്ക് ഉയരുന്ന പ്രതിഭാസമാണ് കേശികത്വം. കേശികത്വം നമ്മൾ ചെറിയ ക്ലാസ്സിലൊക്കെ പഠിച്ചിട്ടുണ്ടല്ലേ? എന്താണ്? നിലവിളക്കിൽ തിരിയൊക്കെ കത്തുന്നതൊക്കെ എന്താണ്? കേശികത്വത്തിന് എക്സാമ്പിളാണ്. സൂക്ഷ്മ സുഷിരങ്ങളിലൂടെ ഭൂഗുരുത്വത്തിന് എതിരായിട്ട് ദ്രാവകങ്ങൾ മുകളിലേക്ക് ഉയരുന്ന പ്രതിഭാസമാണ് കേശികത്വം. ഫിൽട്ടർ പേപ്പറിലെ അതിസൂക്ഷ്മ സുഷിരങ്ങളിലൂടെ ഇങ്ങനെ മുകളിലേക്ക് ഉയരുന്ന ലായകത്തിലൂടെ ലീനത്തിൻ്റെ കണികകൾ മുകളിലേക്ക് ഉയരുന്നു. ഫിൽട്ടർ പേപ്പറും കണികകളും തമ്മിലുള്ള ആകർഷണം മൂലം കണികകൾ ഫിൽട്ടർ പേപ്പറിൽ പറ്റിപ്പിടിക്കുന്ന പ്രക്രിയയാണ് അതിശോഷണം.
കേശികത്വത്തിലൂടെ അതിശോഷണ നിരക്കിലുള്ള വ്യത്യാസം അനുസരിച്ച് കണികകൾ ഫിൽട്ടർ പേപ്പറിൻ്റെ ഉപരിതലത്തിൽ വേർതിരിക്കപ്പെടുന്നു. അപ്പോൾ കേശികത്വം എന്താണെന്നുള്ളത് മനസ്സിലാക്കി വയ്ക്കുക. അതിശോഷണം എന്താണെന്നുള്ളത് അറിഞ്ഞിരിക്കുക. എന്താണ് അതിശോഷണം എന്ന് പറഞ്ഞത്? ഒന്നുകൂടെ പറയാം. ഫിൽട്ടർ പേപ്പറിലെ അതിസൂക്ഷ്മ സുഷിരങ്ങളിലൂടെ എന്ത് പറഞ്ഞു? ഇങ്ങനെ മുകളിലേക്ക് ഉയരുന്ന ലായകത്തിലൂടെ ലീനത്തിൻ്റെ കണികകൾ എന്ത് ചെയ്യുന്നു? മുകളിലേക്ക് ഉയരുന്നു. ഫിൽട്ടർ പേപ്പറും കണികകളും തമ്മിലുള്ള ആകർഷണം മൂലം കണികകൾ ഫിൽട്ടർ പേപ്പറിൽ പറ്റിപ്പിടിക്കുന്ന പ്രക്രിയയാണ് അതിശോഷണം എന്ന് പറയുന്നത്, അഡ്സോർപ്ഷൻ എന്ന് പറയുന്നത്. ഇനി നമ്മൾ ക്രൊമാറ്റോഗ്രഫി എന്ന് പറഞ്ഞു. ക്രൊമാറ്റോഗ്രഫി പ്രയോജനപ്പെടുത്തുന്ന സന്ദർഭങ്ങളാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. എന്തൊക്കെയാണ്? ചായങ്ങളിൽ നിന്ന് ഘടകങ്ങൾ വേർതിരിക്കാൻ, രക്തത്തിൽ കലർന്ന വിഷാംശങ്ങൾ വേർതിരിച്ചറിയാൻ. ഇതൊക്കെ എന്തിനു വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്? ക്രൊമാറ്റോഗ്രഫി ഉപയോഗിക്കുന്ന സന്ദർഭങ്ങളാണ്. ചായങ്ങളിൽ നിന്ന് ഘടകങ്ങൾ വേർതിരിക്കുവാൻ വേണ്ടി ക്രൊമാറ്റോഗ്രഫി ഉപയോഗിക്കുന്നു. രക്തത്തിൽ കലർന്ന വിഷാംശങ്ങൾ വേർതിരിച്ചറിയാൻ വേണ്ടിയിട്ടും എന്തുപയോഗിക്കുന്നുണ്ട്? ക്രൊമാറ്റോഗ്രഫി ഉപയോഗിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് ഈ ഒരു ചാപ്റ്റർ എന്ന് പറയുന്നത്, പദാർത്ഥ സ്വഭാവം. അപ്പോൾ ഇവിടെ ദ്രവ്യവും പിണ്ഡവും എന്ന് പറയുന്നത് നമുക്ക് കുറച്ച് അവസ്ഥകളെക്കുറിച്ചാണ് മെയിനായിട്ട് എപ്പോഴും ചോദ്യങ്ങൾ വരിക. പിന്നെ ബാക്കിയുള്ള ഈ പറഞ്ഞ മെത്തേഡ്സ്, അതുപോലെ തന്നെ മിശ്രിതം, സബ്ലിമേഷൻ, ഇതെല്ലാം നമുക്ക് ചോദ്യങ്ങൾ കിട്ടാവുന്ന ഒരു ഏരിയ ആണ്. അപ്പോൾ ഈ ഒരു ചാപ്റ്റർ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് മുഴുവനായിട്ട് നിങ്ങൾ പഠിച്ചിരിക്കുക. ഇനി അടുത്ത ടോപ്പിക്കും മറ്റു ക്ലാസ്സുകളും അതുപോലെ ചാപ്റ്റേഴ്സും അതുപോലെ തന്നെ ഈ ഭാഗത്തുള്ള ചോദ്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക്